കോപത്തിലൂടെ മനസ്സ് കളങ്കപ്പെടുമെന്ന്, മനസ്സ് അശാന്തമാകുമെന്നും, അങ്ങയുടെ ക്രോധത്തെ അകറ്റേണ്ടതാണ്. എന്റെ ഈ ക്രോധത്തിന്റെ അഗ്നി നിന്റെ മാതാവിന്റെ ചിതയുടെ അഗ്നിയാണ്. അങ്ങേക്ക് കോപിക്കാൻ അധികാരമുണ്ട്. അതങ്ങയുടെ സ്വഭാവമാണ്. പക്ഷെ എന്റെ അമ്മയെ അപമാനിച്ചതിലൂടെ അങ്ങ് ഒരു കാര്യം തെളിയിച്ചു, അങ്ങൊരു അഹങ്കാരിയാണെന്ന്. നിന്റെ മാതാവിന്റെ മരണം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് നിന്റെ മാതാവിനെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. പ്രഭു, കോപിഷ്ഠനാകാതിരിക്കൂ. ഞാൻ എൻ്റെ സഹോദരനോട് സംസാരിക്കാം. അങ്ങ് ശാന്തനായാൽ. ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഏത് വിഷയത്തിനും മധ്യസ്ഥം നിൽക്കാൻ നീ മാത്രമേ ഉള്ളൂ. പ്രണാമം മാതേ. അവിടുന്ന് എൻ്റെ പ്രഭുവിൻ്റെ മാതാവാണ്. അവിടുന്ന് പ്രഭുവിനെ കൂട്ടി പൊയ്ക്കോളൂ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. വേഗം വരൂ. അമ്മേ, ആ ശബ്ദം എന്തായിരുന്നു? അത് അവർ സംസാരിക്കുകയാവും. വരൂ, പോകാം. ഇങ്ങനെയോ? എനിക്ക് തോന്നുന്നത് അവര് യുദ്ധം ചെയ്യുകയാണെന്ന്. ശിവ, അവരെന്ത് ചെയ്യുകയാണെങ്കിലും അവരത് ചെയ്തോട്ടെ. നിന്റെ 2 സഹോദരന്മാരും നമ്മെ പ്രതീക്ഷിച്ച് ഭവനത്തിലുണ്ട്. വേഗം ഇവിടുന്ന് പോകാം.
നീ എന്നെ ഉപേക്ഷിച്ച് പോവില്ലല്ലോ അല്ലേ? ഇല്ല അമ്മേ, ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാകും. ഒരിക്കലും എവിടെയും പോകില്ല. എന്റെ മഹാദേവ, സ്വന്തം ഗിരിജയെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ അങ്ങ്? അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണല്ലേ? എന്നോടങ്ങ് ദേഷ്യത്തിലായിരിക്കാം, ആശങ്കയിലായിരിക്കാം. എപ്പോഴത്തെയും പോലെ ഞാൻ അങ്ങേ കോപിഷ്ഠനാക്കിയിരിക്കാം മഹാദേവ. നമ്മൾ പതി പത്നിമാരാണ്. ദമ്പതികൾക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? അതിനർത്ഥം ഇതാണോ? അങ്ങനെക്ക് ഇത്രയും വലിയ ശിക്ഷ നൽകണമെന്നാണോ? എന്നെ ഉപേക്ഷിച്ച് പോകണമെന്നാണോ? ഇതെനിക്കുള്ള പരീക്ഷണമാണെങ്കിൽ ഞാനൊരു പ്രതിജ്ഞ ചെയ്യുന്നു മഹാദേവ. സാമമോ ദാനമോ ദണ്ഡമോ ഭേദമോ ഏത് വിധേനയാണെങ്കിലും അങ്ങേ ഞാൻ ഇവിടേക്ക് തിരികെ കൊണ്ടുവരുന്നതാണ്. അങ്ങയെ അമർനാഥിലെ ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാൻ എത്രയധികം പ്രയത്നിച്ചുവോ അത്രയും അധികം അങ്ങയെ ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞാൻ പ്രയത്നിക്കുന്നതാണ്. വിഷയം എന്താണ്? ശിവയ്ക്ക് വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? അതെ ഋഷിവര്യ, ശിവയ്ക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നെ ഒരുപാട് ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യവശാൽ ശിവന്റെ വാഹനമായ നന്ദി അവനെ അവിടെ സംരക്ഷിക്കാനായി എത്തിയിരുന്നു. അവൻ സാക്ഷാൽ ജഗത്പാലകനാണ് ദേവി. അവന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചിന്ത അവസാനിപ്പിക്കൂ. മനസ്സിൽ ദൃഢമായി വിശ്വസിച്ചോളൂ. ആർക്കും തന്നെ ഒരു വിധത്തിലും അവന് ഹാനി വരുത്താനാകില്ല. ഇന്നത്തെ ഈ സംഭവം തന്നെ അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് അനസൂയ. അവിടുന്ന് ആശങ്കപ്പെടാതിരിക്കൂ. ലജ്ജ തോന്നുന്നു. സ്വയം യോദ്ധാവെന്ന് അഹങ്കരിക്കുന്ന നിനക്ക് കേവലം ഒരു സാധാരണ സ്ത്രീയെ വധിക്കാൻ കഴിഞ്ഞില്ലെന്നോ? നീ എന്റെ കൽപ്പന നടപ്പാക്കുന്ന വെറും പ്രതിനിധിയല്ല, വിനാശത്തിന്റെ പ്രതിനിധിയാണ്. ഈ അന്തകന്റെ കൽപ്പനകളെ പാലിക്കാത്തവരെ നശിപ്പിക്കുന്നതാണ്, ഇല്ലായ്മ ചെയ്യുന്നതാണ്. ദയ കാണിച്ചാലും അസുരരാജ, എന്നോട് ദയ കാണിച്ചാലും. ഞാൻ സത്യമാണ് പറഞ്ഞത്. എന്റെ ശ്രമത്തിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. എല്ലാ പദ്ധതികളും തകർത്തത് ആ നന്ദിയാണ്. നന്ദിയോ? നന്ദി എങ്ങനെ അവിടെ എത്തി? അതെനിക്കറിയില്ല അസുരരാജ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ബാലശിവൻ അവനെ തിരിച്ചറിഞ്ഞില്ല. അവന് സത്യമായിട്ടും ഒന്നും തന്നെ ഓർമ്മയില്ല. നിനക്കത് തെളിയിക്കാനാകുമോ? അവൻ എന്നെ നന്ദിയുടെ സഹോദരൻ എന്നാണ് സംബോധന ചെയ്തത്. സഹോദരനോ? അവൻ നിന്നെ നന്ദിയുടെ സഹോദരനെന്ന് സംബോധന ചെയ്തോ? ഇതൊരു വലിയ വാർത്ത തന്നെയാണ് ഋഷഭാസുര. എങ്കിൽ എന്നെ വധിക്കാതിരിക്കൂ അസുരരാജ. കേവലം ജീവൻ മാത്രമോ? ഇല്ല ഋഷഭാസുര,
നീ ഈ വാർത്ത കൊണ്ടുവന്നതോടെ എന്റെ മുന്നിൽ ഒരു പുതിയ മാർഗമാണ് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ നീ എന്റെ സേനാപതി ഋഷഭാസുരനാണ്. അസുരരാജൻ അന്ധകൻ വിജയിക്കട്ടെ, അന്ധകാരത്തിന് വികാസമുണ്ടാകട്ടെ. ഇനി പോകൂ, അന്ധകാരത്തിൽ ഉറങ്ങുന്ന എല്ലാ അസുരന്മാരെയും ഉണർത്തോ. പക്ഷേ തിടുക്കമെന്താണ് അസുരരാജൻ? ദേവാസുര യുദ്ധം. ഓരോ തവണയും ആ ത്രിമൂർത്തികൾ ദേവന്മാരെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇത്തവണ ഏറ്റവും ആദ്യം ഞാൻ ആ ശക്തിയെ, ആ പാർവതിയെ പ്രാപ്തമാക്കുന്നതാണ്. നന്ദി ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയത് എന്തിനാണ്? അതും എന്നോട് പറയുക പോലും ചെയ്യാതെ. നന്ദിക്ക് അവിടുത്തെ ദുഃഖം കണ്ടു നിൽക്കാനാവുന്നില്ലായിരുന്നു മാതെ. അതുകൊണ്ടാണ് നന്ദി പറയാതെ പോയത്. ദേവി, അവിടുന്ന് സമ്മതിക്കില്ലെന്ന് നന്ദിക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നേരമായിട്ടും നന്ദി മടങ്ങി വരാത്തതിൽ ആശങ്കയുണ്ട്. പ്രഭു ഭൂമിയിലായതിനാൽ നന്ദി അദ്ദേഹത്തിന്റെ സമീപം തന്നെ നിൽക്കുകയാണെങ്കിലോ? ഇല്ല പുഷ്പദന്ത, എനിക്കെന്റെ പ്രഭുവിന്റെ നിർദ്ദേശങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനാവില്ല. പ്രഭു അങ്ങേക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകിയായിരുന്നോ? ഇല്ല വിജയ, എന്നെ തിരിച്ചറിഞ്ഞാലല്ലേ നിർദ്ദേശങ്ങൾ നൽകാനാകൂ. ഞാൻ അദ്ദേഹം മുൻപേ നൽകിയ നിർദ്ദേശങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. മാതാവ് പാർവതിയുടെ പാദങ്ങൾ കൈലാസത്തിൽ പതിച്ച ആ ദിവസം, അന്ന് എന്റെ പ്രഭു എന്നോട് പറഞ്ഞിരുന്നു, നന്ദി, നീ എപ്പോഴും നിന്റെ മാതാവിനെ സേവിക്കണമെന്ന്. പിന്നെ എനിക്ക് എങ്ങനെ മാതാവിനെ തനിച്ചാക്കി പോകാൻ സാധിക്കും? ചിലപ്പോഴൊക്കെ പരീക്ഷണവും ദീർഘമേറിയതാകും. അതുപോലെ കാത്തിരിപ്പും. പരീക്ഷണങ്ങൾക്ക് ഇത്രയും ദൈർഘ്യം ഉണ്ടാവുകയില്ല മഹാദേവ. സ്വന്തം പത്നിയെ വിസ്മരിക്കാൻ മാത്രമുള്ള ദൈർഘ്യം. നിങ്ങൾ എല്ലാവരും ഗുരുകുലത്തിലേക്ക് പൊയ്ക്കോളൂ. അപ്പൊ അമ്മേ, അവിടുന്ന് ഞാൻ വരുന്നില്ല. നിങ്ങൾ തനിച്ചു പോകേണ്ടതാണ്. ശിവ, ഗുരുകുലം ജ്ഞാനത്തിന്റെ ആകാശമാണ്. ആ ആകാശത്തിൽ നീ തനിയെ പറക്കേണ്ടതുണ്ട്. മാതാവിനെ വിട്ട പറവ കുഞ്ഞുങ്ങൾ അവരുടെ കൂടുകളിൽ നിന്നും ആകാശത്തിലേക്ക് തനിയെ പറന്നുയരുന്ന പോലെ. ഇനി നിങ്ങൾ എല്ലാവരും ഞാനില്ലാതെ തന്നെ ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിക്കേണ്ടതാണ്. നിങ്ങൾ പോയി വരൂ, വൈകാൻ പാടില്ല. ഞാൻ ബാലകന്മാരുടെ സമക്ഷത്തിൽ ചോദിക്കാത്തതാണ്. എന്നാൽ ഇപ്പോൾ ചോദിക്കുകയാണ്. എന്ത് കാരണത്താലാണ് അവിടുന്ന് പെട്ടെന്ന് ഗുരുകുലത്തിലേക്ക് പോകാനുള്ള തീരുമാനം മാറ്റിയത്?
ദേവറാണി ഇന്ദ്രാണി അയച്ച സന്ദേശത്താൽ നിർവാഹക സമിതിക്ക് അവിടുത്തെ ഗുരുകുലത്തിലേക്കുള്ള തിരിച്ചുവരവ് ശിഷ്യഗണങ്ങൾക്കിടയിൽ അനുസരണക്കേടും കലാപവും സൃഷ്ടിക്കാൻ കാരണമായേക്കാം എന്നുള്ള ഭയമുണ്ട്. അതിനാൽ അവിടുന്ന് ദേവറാണി ഇന്ദ്രാണി കുലപതി സ്ഥാനം തുടരുന്ന കാലത്തോളം ഗുരുകുലത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടതാണ്. ആശങ്കപ്പെടാതിരിക്കൂ ദേവി. അവിടുന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അവിടുത്തെ കരങ്ങളാൽ അല്ലെങ്കിൽ കൂടി അവിടുത്തെ പുത്രൻ ബാലശിവയിലൂടെ സാധിക്കുന്നതാണ്. അത് സംഭവ്യമാണ്. അതിനാണ് അവൻ ഗുരുകുലത്തിലേക്ക് പോയിരിക്കുന്നത്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ദേവി. അവിടെ കാര്യങ്ങളെല്ലാം പഴയതുപോലെ പുനഃസ്ഥാപിക്കപ്പെടും. ഇതായിരുന്നു വിധിയെന്ന് അവിടുന്ന് വിശ്വസിക്കണം. മഹാദേവന്റെ പുതിയ ലീലകൾ ഇനി ഈ പ്രപഞ്ചത്തിന് പരിചിതമാകും. മിത്രമേ, എന്താണ് ഈ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത്? നായകനാകാനുള്ള ശക്തി. നായകനാകാനുള്ള ശക്തി കയ്യിലോ? ഈ ശക്തി എന്റെ പിതാവ് ദേവരാജൻ ഇന്ദ്രൻ എനിക്ക് നൽകിയതാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ ശക്തി അറിയുന്നവർ അതിശയിച്ച് മരവിച്ചു നിൽക്കും. ഇത് വജ്രമണിയാണ്. ഈ അമൂല്യമായ മണിയുടെ ശക്തിയിൽ വജ്രത്തിന്റെ ശക്തി പോലും ക്ഷയിച്ചു പോകും. ഈ ശക്തി എന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. മിത്രമേ, അതെനിക്ക് നൽകിയാലും ഒരു നിമിഷത്തേക്കൊന്ന് തരൂ. ഞാൻ അതിനെ ഒന്ന് സ്പർശിച്ചോട്ടെ. ഇല്ല, നീ മാറി നിൽക്കുന്ന ആളെ കുബേര. തരില്ല ഞാൻ. ഒന്ന് തരൂ. നാളെ കുബേര.